ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ മുന്നേ കണ്ടിട്ടുള്ളത് എൻ്റെ കിഡിൻ്റെ വീഡിയോ ആണ്. അതുപോലെ 7 വർഷം ഞാൻ ഉപയോഗിച്ച കിഡ് ഞാൻ കൊടുത്തിട്ട് പുതിയൊരു വണ്ടി എടുക്കുകയാണ്. അത് റെനോ കൈഗറാണ്. റെനോ കൈഗറിൻ്റെ ഇമോഷൻ CVT, അതായത് ടോപ്പ് മോഡൽ ആണ് എടുക്കുന്നതല്ല, ഓൾറെഡി എടുത്തു. ഞാൻ കുറച്ചധികം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കാം. കുറച്ച് താമസിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ചെയ്യാനുള്ള കാരണം എൻ്റെ എക്സ്പീരിയൻസ് അറിഞ്ഞതിന് ശേഷം വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് പേര് എൻ്റെ റിക്വസ്റ്റ് ചെയ്തിരുന്നു വീഡിയോ ചെയ്യാനായിട്ട്. കാരണം ചാനൽ കണ്ടും നമ്മുടെ ഗ്രൂപ്പിലെ അംഗങ്ങളും വീഡിയോ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അത് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ 6-ാം തീയതിയാണ് ഞാൻ ഈ വാഹനം നിരത്തിലിറക്കുന്നത്. ഓൾറെഡി ബുക്ക് ചെയ്ത് എല്ലാം ചെയ്തിട്ടിരുന്നതാണ്. പിന്നെ ഈ വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല പെർഫോമൻസും ടർബോ എഞ്ചിനാണ്. 1.0 ടർബോ എഞ്ചിനാണ്. നല്ല പെർഫോമൻസും കാര്യങ്ങളുമുണ്ട്. നമുക്ക് ലാഗോ ഒന്നുമില്ല. CVT ആണ്, ലാഗോ ഒന്നുമില്ല. നല്ല പെർഫോമൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിനെക്കുറിച്ച് എല്ലാ വിശദീകരണവും ഞാൻ ഇതിൽ തരുന്നതാണ്. എക്സ്പീരിയൻസ് കിട്ടാൻ കുറച്ചധികം കിലോമീറ്റർ ഓടിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 1000 കിലോമീറ്റർ തികഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ തന്നെ ചെയ്യാനുള്ള തീരുമാനം എടുത്തത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, 1000 കിലോമീറ്റർ ആയ ദിവസമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇത് കളർ വന്നിട്ട് ഷാഡോ ഗ്രേ വിത്ത് ബ്ലാക്ക് റൂഫാണ്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ടോപ്പ് മോഡലാണ്. ഇതിനകത്ത് ഇല്ലാത്ത ഒരിതെന്ന് പറയുന്നത് സൺറൂഫ് ഇല്ല എന്നുള്ള ഒറ്റ ഇതേ ഉള്ളൂ. സൺറൂഫ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ നാട്ടിൽ സൺറൂഫിൻ്റെ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളാണ്. ഉണ്ടെങ്കിൽ ഒരു ഷോ അത്രയേ ഉള്ളൂ എന്നുള്ള വിചാരിക്കുന്നു ഞാൻ. അപ്പോൾ സൺറൂഫ് ഇല്ലാത്ത ഒരു മോഡലിനും സൺറൂഫ് ഇല്ല. കൈഗറിന് ഒരു മോഡലിനും സൺറൂഫ് ഇല്ല. പിന്നെ 1000 കിലോമീറ്റർ ഓടിയതിൻ്റെ എക്സ്പീരിയൻസിന് ഞാനിവിടെ വിശദീകരിക്കും. അതുപോലെ ഇത് പലരും ചോദിക്കുന്ന ഓൺ റോഡ് പ്രൈസ് എത്രയാണെന്നുള്ളത്. ഓൺ റോഡ് പ്രൈസ് 1260-നും 1280-നും ഇടയിൽ നിൽക്കും. കാരണം ഓരോ മാസവും അതിൻ്റെ ഓഫർ വരുന്നത് വ്യത്യാസമുണ്ടായിരിക്കുന്നതാണ്. ക്യാഷ് ഓഫറിനൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. പല ഓഫറുകളും ഉണ്ടാവും. പല മാസവും പല രീതിയാണ്. ഷോറൂം പ്രൈസ് വരുന്നിട്ട് 10,33,000 രൂപയാണ്. അതുപോലെ റോഡ് ടാക്സ് വന്നിട്ട് 1,56,200 രൂപയാണ് റോഡ് ടാക്സ് വരുന്നത്. 7 വർഷം വരെ നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കാൻ കഴിയും. അതിന് 23,000 ചില്ലറാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഫാസ്ടാഗ്, ഇൻഷുറൻസ് ഏതാണ്ട് 44,000 രൂപ അടുപ്പിച്ച് വരും. അത് പല കമ്പനിയും പല റേറ്റാണ് വരുന്നത്. ഞാൻ ഈ പറഞ്ഞ റേറ്റുകളെല്ലാം ഏകദേശ റേറ്റുകളാണ് ഞാൻ ഈ പറയുന്നത്. കൂടിയും കുറഞ്ഞും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് പല മാസത്തും. പിന്നെ പറയാനുള്ളത്, മൈലേജ് ഒരുപാട് നിങ്ങൾ പ്രതീക്ഷിച്ച് ഈ വാഹനം എടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ടർബോ CVTയിൽ കുറച്ച് മൈലേജ് കുറവാണ്. മറ്റുള്ള നോർമൽ ഇതിൽ നോക്കുമ്പോൾ മൈലേജ് കുറച്ച് കുറവാണ്. പറഞ്ഞല്ലോ ടർബോ CVT ആണെന്നുള്ളത്. ടർബോ CVTയിൽ പൊതുവെ മൈലേജ് കുറവാണ്, അത് വ്യക്തമായിട്ട് ഞാൻ പറയാം. പക്ഷേ മൈലേജിന് വേണ്ടി നമുക്ക് ഓടിക്കുകയും ചെയ്യും. അതിനു വേണ്ടിയുള്ള മോഡുണ്ട്, ഡ്രൈവ് മോഡ്. 3 മോഡുകളാണ് നമുക്കുള്ളത്. അതിൽ സ്പോർട്സ് മോഡുണ്ട്, എക്കോ മോഡുണ്ട്, നോർമൽ മോഡുണ്ട്. ഇതിനകത്ത് ഈ ബട്ടണിൽ തിരിക്കുമ്പോഴേക്കും നമ്മളെ സ്ക്രീനിൽ അതിൻ്റെ ഡിസ്പ്ലേ മൊത്തത്തിൽ ചേഞ്ചായി ഇപ്പോൾ സ്പോർട്സ് മോഡാണ് ആയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എക്കോയിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്കോ മോഡിലേക്ക് പോകും. എക്കോ മോഡിൽ പെർഫോമൻസ് വളരെ കുറവായിരിക്കും, നല്ല മൈലേജ് കിട്ടും. വണ്ടി എക്കോ മോഡിനകത്ത് നമുക്ക് 14-15 നോർമൽ റോഡിൽ തന്നെ മൈലേജ് കിട്ടും. പക്ഷേ പെർഫോമൻസ് ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. അതുപോലെ സ്പോർട്സ് മോഡിൽ മൈലേജ് തീരെ കുറവായിരിക്കും. നോർമൽ മോഡിൽ നമുക്ക് സാധാരണ രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളെല്ലാം കിട്ടും. ഇപ്പോൾ നിലവിൽ പുതിയ വണ്ടിയാണ്. അതിൻ്റെ നിലവിൽ 3500 കിലോമീറ്റർ കഴിഞ്ഞാൽ മൈലേജ് കൂടുതൽ. എന്നാലും നിലവിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് ടോപ്പ് മൈലേജ് കിട്ടിയിരിക്കുന്നത് 16 കിട്ടിയിട്ടുണ്ട്. പിന്നെ മൈലേജൊക്കെ കിട്ടുന്ന ഓരോരുത്തരുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ചാണ്.
AC വന്നിട്ട് ഓട്ടോ AC ആണ് വരുന്നത്. നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി അത് വർക്ക് ചെയ്യുന്നതാണ്. സെൻട്രൽ കൺസോളുണ്ട്. സെൻട്രൽ കൺസോൾ നമ്മുടെ സ്റ്റോറേജ് ഏരിയയാണ്. ഇതൊക്കെ നല്ല ഉപകാരമുള്ള ഒരിതാണ്. നമ്മുടെ മൊബൈലും മറ്റുള്ളതൊക്കെ സൂക്ഷിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ ഡോർ പാഡിലുള്ള 2 സ്വിച്ചിൽ ലൈറ്റ് വരുന്നുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ ലൈറ്റിലെല്ലാം സ്വിച്ച് വരുന്നുണ്ട്. അത് ഫോഗ് ലാമ്പിൻ്റെയാണ്. ഹെഡ്ലൈറ്റ് ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. അതുപോലെ വൈപ്പറും ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. ഓട്ടോമാറ്റിക്കലി ഇടാം, അല്ലെങ്കിൽ നമ്മൾ മാനുവലായിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഓട്ടോയിലിട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വെളിച്ചം വരുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുന്നതാണ്. വൈപ്പറും അതുപോലെയാണ്. വൈപ്പറും നമുക്ക് ഓട്ടോയിലിടാൻ പറ്റും. മഴ പെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി തന്നെ വൈപ്പർ വർക്ക് ചെയ്യും. അത് മഴയുടെ സ്പീഡ് അനുസരിച്ച്, വെള്ളത്തിൻ്റെ ഒരു ഇതനുസരിച്ച് അതിൻ്റെ സ്പീഡും കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് വൈപ്പറിൻ്റെ സ്വിച്ച്. റിയർ വൈപ്പറുണ്ട്. റിയർ വൈപ്പറിൻ്റെ സ്വിച്ചാണ് ഫസ്റ്റ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലോട്ട് താഴോട്ട് ആക്കുന്നതാണ്. നമുക്ക് ഓട്ടോയിലോ അല്ലെങ്കിൽ നമുക്ക് മിസ്റ്റ് അടിക്കുന്നതിനോ വേണ്ടിയുള്ള സ്വിച്ച്. പിന്നെ മീഡിയ നാവിലുള്ള 360 ക്യാമറയാണ്. 360 ക്യാമറയ്ക്ക് നമുക്ക് താഴെ ബട്ടണുണ്ട്. ആ ബട്ടണിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ വർക്ക് ചെയ്യും. 360 ക്യാമറ ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഓരോ സൈഡായിട്ട് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഫ്രണ്ട്, ബാക്ക്, അതുപോലെ 2 സൈഡിലായിട്ട് നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം. ഏത് ഭാഗത്താണ് ഇപ്പോൾ നമുക്ക് ഇടുങ്ങിയ റോഡിലൊക്കെ പോകുമ്പോൾ നമുക്ക് സൈഡ് കാണുന്നുണ്ടെങ്കിൽ സൈഡിൽ നമുക്ക് ആ ക്യാമറയുടെ ബട്ടൺ അടിച്ച് നമുക്ക് അത് നോക്കാൻ പറ്റും. ഫ്രണ്ടും ബാക്കും ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്നതാണ്. ബാക്ക് ഇട്ടതിന് ശേഷം ഫ്രണ്ട് ഇടുമ്പോഴേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്നതാണ്. പല ഫീച്ചേഴ്സും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ക്രൂസ് കൺട്രോൾ. ക്രൂസ് കൺട്രോളിന് ഒരു സ്വിച്ചുണ്ട്. നമ്മുടെ സ്റ്റാർട്ട് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ടൊരു സ്വിച്ചുണ്ട്. ആ സ്വിച്ചിൽ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്യുമ്പോഴേക്കും ഡാഷ്ബോർഡിൽ അതിൻ്റെ സിമ്പൽ കാണിക്കും. അത് എത്രയാണ് സ്പീഡ്. ഇപ്പോൾ 60 നമുക്ക് പോകേണ്ടത്. 60 ആക്സിലേറ്റർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മൈനസിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോഴേക്കും അത് സെറ്റാവും. അതിനുശേഷം നമുക്ക് അതിൽ തന്നെ ആക്സിലേറ്ററിൻ്റെ കാലെടുത്തിട്ട് നമുക്ക് അതിൽ തന്നെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. 2 ഗ്ലോ ബോക്സ് ഉണ്ട്. ഡാഷ്ബോർഡിൽ തന്നെ 2 ഇതുണ്ട്. സ്റ്റോറേജ് ഉണ്ട് മുകളിലും താഴെയായിട്ട്. സെൻട്രൽ കൺസോളിലും അതുപോലെ തന്നെ സ്റ്റോറേജ് ഉണ്ട്. ഇനി സെൻട്രലായിട്ട് വരുന്ന സ്വിച്ച് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് വരുന്നതാണ് എയർ വെൻറ്റിലേറ്റഡ് സീറ്റാണ്. നമ്മൾ ടോപ്പ് മോഡലിൽ വരുന്ന എയർ വെൻറ്റിലേറ്റഡ് സീറ്റാണ്. 2 സൈഡും എയർ വെൻറ്റിലേറ്റഡ് സീറ്റുണ്ട്. ഡ്രൈവറിനും കോ ഡ്രൈവറിനും. അത് നമുക്ക് ആ ബട്ടണിൽ തന്നെ പ്രസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് ആദ്യം സ്പീഡ് കൂടുതലായിരിക്കും, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോരോ സ്പീഡ് കുറയ്ക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ചാണ്. അതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ നമ്മളുടെ ഡിസ്പ്ലേയിൽ അതിൻ്റെ ഓഫിൻ്റെ സിമ്പലും കാണിക്കുന്നതാണ്. പിന്നെ ലോക്ക് ബട്ടനാണ്. അതായത് ഓട്ടോമാറ്റിക്കലി ലോക്കാവും. പക്ഷേ അൺലോക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൽ പ്രസ് ചെയ്ത് തന്നെ അൺലോക്ക് ചെയ്യണം. പിന്നെ വരുന്നത് ബാക്ക് ഗ്ലാസ് ഹീറ്ററും പിന്നെ ക്യാമറയുടെയാണ് വരുന്നത്. നിങ്ങൾക്കറിയാം ഇപ്പോൾ വരുന്നതെല്ലാം കാർഡാണ്. കാർഡിൽ തന്നെ ഒരുപാട് ഫങ്ഷനുണ്ട്. നമുക്ക് ഇത് ലോക്ക് ചെയ്യാനും കാർഡിൻ്റെ ആവശ്യമില്ല. വണ്ടിയുടെ ഡോറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ അത് അൺലോക്ക് ആവുകയും ലോക്ക് ആവുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ നടന്ന് വണ്ടിയുടെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ അത് അൺലോക്കായി. തിരിച്ച് നമ്മൾ വണ്ടിയുടെ അവിടെ നിന്ന് മാറുമ്പോഴേക്കും അത് ലോക്കാവുകയും ചെയ്യും. ഓട്ടോമാറ്റിക് തന്നെ അത് ലോക്കാവുകയും ചെയ്യും. ഈ കാർഡിൽ വേറൊരു ഫങ്ഷൻ ഉള്ളത്, നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചൂട് സമയത്തൊക്കെ വണ്ടിക്ക് അത് നല്ല ചൂടായിരിക്കും. അപ്പോൾ നമുക്ക് പുറത്തു നിന്ന് തന്നെ വണ്ടി ഓട്ടോ AC-യിലിട്ട് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ദൂരെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇടാൻ പറ്റും. അപ്പം വണ്ടി കൂളായി കിടക്കും. അതിനു വേണ്ടിയുള്ള ഒരു ഫങ്ഷനാണ്. ലോക്കിൻ്റെ ഇതിലേക്ക് 2 പ്രാവശ്യം പെട്ടെന്ന് അമർത്തണം. അതിനുശേഷം ലോങ് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ലൈറ്റ് കത്തി അതിനോടുകൂടി വണ്ടി സ്റ്റാർട്ടാവുന്നതാണ്. ഇപ്പോൾ AC ഓണായി കഴിഞ്ഞു. ഇനി നമുക്ക് ദൂരെ നിന്ന് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓഫാവുന്നതാണ്. ഇങ്ങനെയാണ് വണ്ടി ഓഫാവുന്നത്. ഇനി പറയാൻ പോകുന്നത് നമ്മളുടെ മീഡിയ നാവിനെ കുറിച്ചാണ്.
മീഡിയ നൗവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിഡിലൊക്കെ ഉണ്ടായിരുന്നത് പോലെ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് വയർലെസ് കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും കണക്ട് ചെയ്യാൻ കഴിയും. ഇതിപ്പം വയർലെസ് വഴി കാർപ്ലേ കണക്റ്റായി കിടക്കുന്നതാണ്. അതുപോലെ ഹോമിൽ വന്നു കഴിഞ്ഞാൽ റേഡിയോ, അതുപോലെ മ്യൂസിക്, ബ്ലൂടൂത്ത് കണക്ട് ചെയ്തേക്കാം. ഫോണിൻ്റെ ഇത് ഡ്രൈവിംഗ് എക്കോ, അതായത് നമ്മുടെ വണ്ടിയുടെ ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു ഇതാണ് കാണിക്കുന്നത്. പിന്നെ സെറ്റിങ്സിനകത്ത് വന്നിട്ട് നമ്മുടെ ഓഡിയോയുടെ സെറ്റിങ്സ്, ഡിസ്പ്ലേ, ഡിവൈസ്, സിസ്റ്റം, ഇതൊക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാർപ്ലേയിൽ അടിക്കുമ്പോഴേക്കും ഇങ്ങനെ ഒരു ഇത് വരും. നമുക്കിപ്പോൾ പാട്ടിട്ട് ചെക്ക് ചെയ്യാം. ഇതിനകത്ത് വരുന്നത് 4 സ്പീക്കറും 2 ട്യൂട്ടറുമാണ് വരുന്നത്. ട്യൂട്ടർ രണ്ടും ഫ്രണ്ടിലാണ് വരുന്നത്, 2 സൈഡിലായിട്ടാണ് ട്യൂട്ടർ വരുന്നത്. ഡോറിലാണ് 4 സ്പീക്കർ വരുന്നത്. ഫ്രണ്ട് 2 ഡോറിലും ബാക്ക് 2 ഡോറിലുമായിട്ടാണ് സ്പീക്കർ വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, പതർച്ചയൊന്നുമില്ല. ഞാൻ ഓഡിയോ ഇട്ട് കേൾപ്പിക്കാം. അഡീഷണൽ ആയിട്ടുള്ള ആക്സസറീസ് എന്താണെന്ന് നോക്കാം. 3D മാറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫോഗ് ലാമ്പിൻ്റെ അവിടെ ക്രോം ചെയ്തിട്ടുണ്ട്. ഡിക്കി മാറ്റുണ്ട്. അതുപോലെ അണ്ടർബോഡി കോട്ടിങ് ചെയ്തിട്ടുണ്ട്. പുറകിലായിട്ട് ക്രോം ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻട്രൽ കൺസോളിൻ്റെ അറേഞ്ച്മെൻറ്റ്, പിന്നെ ഡാഷ് ക്യാം പുറത്തുനിന്നാണ് ഞാൻ ചെയ്തത്, സ്വന്തമായിട്ട് ചെയ്തതാണ്. സ്റ്റീൽ പ്ലേറ്റ് അതും സ്വന്തമായിട്ട് ചെയ്തതാണ്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പങ്കുവച്ചു. ഈ വീഡിയോ ഒരിക്കലും വളരെ പ്രൊഫഷണലായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ഒന്നുമില്ല. മൊബൈലിലെടുത്ത് ജസ്റ്റ് എനിക്കറിയാവുന്ന രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കുക. ഇതൊരിക്കലും ഭയങ്കര പ്രൊഫഷണലായിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ഒന്നുമല്ല. എനിക്ക് പ്രൊഫഷണലായിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ അറിയില്ല എന്നത് സത്യാവസ്ഥയാണ്. സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്.